കൊച്ചു കഥയുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കഥയുടെ പേര് വക്ഷിയുടെ ചാട്ടുളി. അതെ, വക്ഷിയുടെ ചാട്ടുളി. സാദരം നാദ കഥയുടെ സാരമുയർത്തിയിടട്ടെ. പാരിതിൽ ഞങ്ങൾ സത്യമത മധുവായി തീടട്ടെ. കരമിതുയർത്തിടും നിന്നുടെ സവിധത്തിൽ. ഈ ഗാനമിൽ നാം ഒന്നിച്ചൊന്നായി ഹംദുമുരക്കുന്നേ. കരമിതുയർത്തിടും നിന്നുടെ സവിധത്തിൽ. ഈ ഗാനമിൽ നാം ഒന്നിച്ചൊന്നായി ഹംദുമുരക്കുന്നേ. ഈന്തവനങ്ങൾക്കപ്പുറം മദീന തായ്വരയിൽ മസ്ജിദ് നബിയുടെ അകതാളത്തിൽ പ്രവാചകൻ തന്റെ അനുയായികളായി എന്തോ പറഞ്ഞു. കേട്ട മാത്രയിൽ അവരെല്ലാവരും തക്ബീറുകെതിരേറ്റു. ചിലർ ചാടി എന്നിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, അവനെ വെറുതെ പാടില്ല. അങ്ങയുടെ കൂടെ ഏതറ്റം വരെയും പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഞങ്ങളുണ്ടാവും തിരുതുതരെ. അങ്ങ് കൽപ്പിച്ചാലും. എന്തായിരുന്നെന്നോ അവിടുന്ന് കൽപ്പിച്ചത്? മദീനത്തെ വമ്പിൻകൊമ്പില്ലടരിടനിവിടമിൽ ബദറിനാരവമുയരുകയായി. നിറവായ ഹതമേകിടാമവിഷമിൽ വിജയരജതമതണി ചേരൂ. വിജയരജതമതണി ചേരൂ. അതെ, അത് ബദറിലേക്കുള്ള വിളയാളമായിരുന്നു. ഇതിന് 2-ാം വർഷം അബൂ സുഫിയാനെ തടയാൻ പുറപ്പെട്ട മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും ബദറിന്റെ താഴ്വരയിൽ ഏറ്റുമുട്ടി. അഫ്സൽ കറാറിന്റെ വാളുകൾ അന്തരീക്ഷത്തിൽ മിന്നി മറിയുമ്പോൾ ശത്രുക്കളുടെ തല യുദ്ധഭൂമിയിലേക്ക് അടർന്നു വീണുകൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ ആവേശം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഹിന്ദ് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭർത്താവ്, എൻ്റെ സഹോദരൻ, എൻ്റെ പിതാവ് എല്ലാം എനിക്ക് നഷ്ടമായി. ഇല്ല ഇല്ല, അവനെ വെറുതെ പാടില്ല. ഹിന്ദ് മനസ്സിൽ പറഞ്ഞു. ഹിന്ദിന്റെ മനസ്സിൽ എന്തോ ഒരു ഭയം മിന്നി. എന്തെന്നല്ലേ? അടവുകൾ പലതായി ഹംസതന്റെ സുരകം തരുങ്കുലഹിതായത്തിൻ ഗീതമണം. സ്വാതന്ത്ര്യ മുന്തിര ചന്തും മുന്തിര ചന്ദ്ര ചന്ദ്ര ശോഭിദൂര വശിൽ കസുരായ് ദൂര വശിൽ കസുരായ്. അതെ, കറുത്തുപറകാരൻ തന്റെ വക്ഷിയോട് എന്ന് പറഞ്ഞു, നീ ഹംസയുടെ തല ആക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ മോചനാക്കാം. വക്ഷിയുടെ ഉള്ളിൽ ചിന്തകൾ കടന്നുപോയി. എത്ര നാൾ ഒരാളുടെ മുമ്പിൽ തലകുനിക്കണം? തന്നെ പോലുള്ളവരുടെ മോചനം ലഭിക്കണമെങ്കിൽ ഹംസയെ വകവെക്കുക തന്നെ വേണം. പിന്നീട് അങ്ങോട്ടേക്ക് വക്ഷിക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു. അങ്ങനെ കാത്തിരിക്കുന്നവരിൽ അതാ ആ ദിവസം വന്നെത്തി. ഊദിന്റെ ഭൂമിയിൽ ഹംസാറിനെ വകവെക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹിന്ദ് വക്ഷിയെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പാത്തും പതിങ്ങും നിൽക്കുന്നതിനിടയിൽ അതാ അത് ഹംസയിലെ പിന്നീട് അങ്ങോട്ടേക്ക് ഒന്നും ആലോചിച്ചില്ല. ആ വക്ഷിന്റെ ചാട്ടിലെടുത്ത് ഒരു ഒറ്റയേറി. എന്തുണ്ടായെന്നല്ലേ? ചീന്തിടും അവർ, മാന്തിടും അവർ, കൊന്ന പടയുമാട്ടിടും അവർ. ചീന്തിടും അവർ, മാന്തിടും അവർ, കൊന്ന പടയുമാട്ടിടും അവർ. ഹംസാറിനെ വക്ഷിയുടെ ചാട്ടുളി ഇടുത്തി വീഴ്ത്തിക്കുന്നത് കണ്ട് ഹിന്ദു ഓടിയെത്തി. അവർ ഹംസാറിയുടെ ശരീരം വികൃതമാക്കി കൈകാലുകൾ മുറിച്ചെടുത്തു, മൂക്ക് പറിച്ചെടുത്തു, വയറ് പിളർത്തി കരൽ ചവച്ചുപ്പി. തങ്ങളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. കാലം അധികം കടന്നുപോയില്ല. മക്കയിലും മദീനയിലും ഇസ്ലാമിന്റെ പതാക പാറി പറക്കാൻ തുടങ്ങി. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം പുലിക്കൊണ്ടേയിരുന്നു. എന്ത് ഹിന്ദും വക്ഷിയും ഹത്തുമത്തിലേക്ക് വരുന്നുവെന്നോ? നബിയുടെ സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെയാണ് നബിയെ അഭിമുഖീകരിക്കാൻ സാധിക്കുക? ഒരു വേള സത്യത്തിലൊത്തു വന്നേ അല്ലാഹുവിൻ ദൂതരെ ചാരച്ചെന്നേ. മഹിളയ ബിന്ദു മണി വശി മഹ്മൂദ് തങ്ങളിൽ ആശിച്ചില്ലേ. എന്നെ തരൂ മാപ്പ് താരരുൾ ആകെയും ഈ ആശയത്തിലായിരം സലാം. എന്നെ തരൂ മാപ്പ് താരരുൾ ആകെയും ഈ ആശയത്തിലായിരം സലാം. ഒരു വേള സത്യത്തിലൊത്തു വന്നേ അല്ലാഹുവിൻ ദൂതരെ ചാരച്ചെന്നേ. മഹിളയ ബിന്ദു മണി വശി മഹ്മൂദ് തങ്ങളിൽ ആശിച്ചില്ലേ. എൻ്റെ
തങ്ങളുടെ മീകൾ അശ്രപ്പൊഴിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് അശ്രപ്പൊഴിച്ചുവോ, അവിടുന്ന് വേദനിച്ചുവോ, കലങ്ങിയ കണ്ണുകൾ സ്വയം തടയിക്കൊണ്ട് വാശി പറഞ്ഞു, ഇനി ഞാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിനം വരുന്നവരെ എനിക്കും എൻ്റെ ഈ ചാക്കിളിക്കും വിശ്രമില്ല. കാലചക്രം പിന്നെയും നീങ്ങി. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഖാലിദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധസേനാംഗങ്ങൾ യമാമ ദ്വീപിലേക്ക് പുറപ്പെട്ടു. മുസ്ലിം ഗസാബിന്റെ കഥ കഴിക്കണം. പരിശുദ്ധ ദീനെതിരെയുള്ള പടപ്പൊരുതലിന് ഒരു അന്ത്യം കുറിക്കുക തന്നെ വേണം. അതിന് യുദ്ധം തന്നെ മാർഗം. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. എങ്ങനെയുണ്ടാ കാഴ്ച? ആശമുറ്റും കരുതലേവരും അടുത്ത് പെടുന്നനെ ഷഹീദാൻ കൊതിച്ചാലെ ആ അല്ലാവിൻ സ്വർഗം കണ്ട് മോഹന പരീക്ഷ കണ്ട് യുദ്ധഭൂമി ഊറ്റമല നിറഞ്ഞാലേ ഉള്ളിൽ നിറഞ്ഞ ദാഹം ദീനിൽ തികഞ്ഞ ത്യാഗം അഹലുല്ലിക്ക് തരിമതതുല്യ റസാഖി തേടുന്നു റബ്ബിനെ ഇഹ്സാന അഹലുല്ലിക്ക് തരിമതതുല്യ റസാഖി തേടുന്നു റബ്ബിനെ ഇഹ്സാന. യമാമ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പിൽ അടിപതറിയ മുസ്ലിം സംഘവും അവർ അധികത്തിലേക്ക് ഓടിവിളിച്ചു. മുസ്ലിം സൈന്യത്തിന് മുമ്പിൽ കോട്ടവാതിൽ കൊട്ടി അടക്കപ്പെട്ടു. യുദ്ധത്തിന് നേതൃത്വം വഹിച്ചിരുന്ന ഖാലിദ് റളിയല്ലാഹു കുറച്ചു നേരം ചിന്തയിലാണ്ടു. ഇനി എന്തുണ്ട് മാർഗം? അപ്പോഴാണ് ബറളാവിന് ഓർമ്മ വന്നത്. ബറളാവിന് ഓടിയെത്തി പറഞ്ഞു, നിങ്ങളെങ്ങനെ ഉയർത്തിയറിഞ്ഞാൽ നിങ്ങൾക്കും ഞാൻ കോട്ടവാതിൽ തുറന്നു നൽകാം. അതും സംഭവിച്ചു. പിന്നെ അങ്ങോട്ടേക്ക് ഘോരമായ യുദ്ധം. മുസ്ലിം സൈന്യങ്ങളുടെ തല യുദ്ധഭൂമിയിലേക്ക് അടർത്തി മാറ്റിക്കൊണ്ട് മുന്നോട്ടേക്ക് കുതിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന അമരാധനകൾ മൊഴികി. പക്ഷേ നമ്മുടെ കഥാനായകനെ എവിടെയും കാണുന്നില്ല. സമയം അധികം കഴിഞ്ഞില്ല. അതാ കൊട്ടാരത്തിന് മുമ്പിൽ ആരോ മുസ്ലിമുകൾ തലവെച്ചിരിക്കുന്നു. അതെ, അത് വക്ഷിനെ കയ്യിൽ ചാട്ടുളിയുമുണ്ട്. സ്വപ്നം പൂവൻ സന്തോഷത്തിൽ വക്ഷിയാണ് തല യുദ്ധത്തിലേക്ക് വലിച്ചെറിഞ്ഞു. യുദ്ധം കെട്ടുടങ്ങി. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു വിജയത്തുവൽ കൂടി ചാർത്തപ്പെട്ടു. പാടാം യമാമ മണ്ണിൽ വീരചരിതം പാടിടാം വശീകൃതൊരു ദീനിൻ വിരുദ് ശജയിൽ നിറച്ചൊരു മാമോല ഹിന്ദത് തന്നുടെ ഉഷിയോര ഭൂമിൽ അറിയും പൊലിവോടെ ദീനിൻ പതിയും നിറമോടെ അഹദവനല്ല അറിയുമല്ലോ മതത്തിലേകിയ ഞാമത്ത് അഹദവനല്ല അറിയുമല്ലോ മതത്തിലേകിയ ഞാമത്ത് പാടാം യമാമ മണ്ണിൽ വീരചരിതം പാടിടാം വക്ഷിത് കരുതീരിൻ വിരുദ് ശജയിൽ നിറച്ചൊരു മാമോല ഹിന്ദത് തന്നുടെ ഉഷിയോര ഭൂമിൽ അറിയും പൊലിവോടെ ദീനിൻ പൊലിയും നിറമോടെ അഹദവനല്ല അറിയുമല്ലോ മതത്തിലേകിയ ഞാമത്ത് അഹദവനല്ല അറിയുമല്ലോ മതത്തിലേകിയ ഞാമത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു പ്രവർത്തനങ്ങളെ വിരാമിടുന്നു. വാഹ ദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.